മലയാളികളെ ഒരു രാത്രിയും പകലും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയതാണ് 13-കാരിയുടെ തിരോധാനം. അസം സ്വദേശികളുടെ മകളായ പെൺകുട്ടി തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് നാടുവിടാനുള്ള കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടാണ് അവൾ സ്വന്തം അമ്മയോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കാത്തത്? വിശാഖപട്ടണത്ത് ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ കണ്ടെത്തിയെങ്കിലും ഇപ്പോഴും ഇക്കാര്യത്തിൽ ചില അവ്യക്തതകളുണ്ട്. മാതാപിതാക്കളിൽ നിന്ന് മർദ്ദനമുണ്ടായത് കൊണ്ടാണോ നാട് വിട്ടുപോകാൻ ശ്രമിച്ചതെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. കഴക്കൂട്ടം വനിതാ SIക്കും ശിശുക്ഷേമ സമിതി അംഗങ്ങൾക്കുമൊപ്പം ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് പുറപ്പെട്ട പെൺകുട്ടിയെ മാതാപിതാക്കൾക്ക് ഉടൻ തന്നെ കൈമാറും. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിനിയായ 13 വയസ്സുകാരിയെ വിശാഖപട്ടണത്ത് നിന്ന് തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കേരള പോലീസിന്റെ 5-അംഗ സംഘമാണ് വിജയവാഡയിലേക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെയോടെ അവർ വിജയവാഡയിലെത്തും. അവിടെ നിന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷമായിരിക്കും വിശാഖപട്ടണത്ത് എത്തിച്ചേരുക. അവിടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിൽ ഇപ്പോൾ കഴിയുന്ന കുട്ടിയെ നേരിൽ കണ്ട് അവിടെ നിന്ന് നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും താത്വികമായി ഈ പോലീസ് സംഘം തിരികെ നാട്ടിലേക്ക് മടങ്ങുക. സ്വാഭാവികമായി ശനിയാഴ്ച രാവിലെ നാട്ടിലെത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ വിജയവാഡയിൽ നിന്ന് തിരിക്കുന്നത് പോലെയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. സ്വാഭാവികമായി നിലവിലെ നിയമ നടപടിക്രമങ്ങളൊക്കെ അവിടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും നാട്ടിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോലീസ് കടക്കുക. കുട്ടി ആരോഗ്യവതിയായി ഇരിക്കുന്നുവെന്നും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും പുതിയ വസ്ത്രങ്ങൾ നൽകി അവൾക്ക് ഭക്ഷണം നൽകിയെന്നൊക്കെയാണ് ഈ മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി ഇവിടെ നിന്ന് കുട്ടി ഈ ട്രെയിൻ കയറി വിശാഖപട്ടണത്തേക്ക് എത്താനിടയായ സാഹചര്യം അതടക്കം വിശദമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അവൾ അസമിലേക്ക് പോവുകയായിരുന്നു, അസം തന്നെയായിരുന്നു അവളുടെ ലക്ഷ്യമെന്ന് ഏറെക്കുറെ പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അതോടൊപ്പം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയത് മാതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ മർദ്ദനമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നാടുവിടാൻ കാരണമെന്ന് പെൺകുട്ടി തന്നെ ഇതിനോടകം സമ്മതിച്ച ഒരു സാഹചര്യം. അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കും. മാതാപിതാക്കളെ പെൺകുട്ടിയെ ഇവിടെ എത്തിച്ചതിന് ശേഷം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതടക്കമുള്ള കാര്യങ്ങളിൽ തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം സമാന്തരമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നുമാണ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ ഓൾറെഡി തിരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് 4 ഉച്ചക്ക് അവിടെ എത്തും. വിജയവാഡ ട്രെയിനിൽ വിജയവാഡയിൽ നിന്ന് വിശാഖപട്ടണം 4 ഉച്ചക്ക് അവിടെ എത്തും. അവിടെ ഓൾറെഡി ഞങ്ങൾ CWCനോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ CWC ചെയർപേഴ്സൺ രാധ മേഡമാണ്. മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്, കേസെല്ലാം ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ഉടനെ പെട്ടെന്ന് എല്ലാ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉടനെ പെട്ടെന്ന് അവിടെ നിന്ന് നാളെ തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യുന്നു. മജിസ്ട്രേറ്റ് മുമ്പ് ഹാജരാക്കും, കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത നടപടികൾ ചെയ്യും.